അലർജിയുടെ കേസ് പറയുമ്പോഴേ ഞാനിപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ലേ, അതായത് ഒരാൾ നിന്ന് തുമ്മിയാൽ ഞങ്ങൾ തമാശന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു 3 തുമ്മൽ തുമ്മിയാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ എന്നെ നമ്മളിങ്ങനെ നോക്കും, ഐ ഡോണ്ട് ഫീൽ ഓക്വേർഡ്, എനിക്കും ഉണ്ട് അലർജി അല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. നിങ്ങൾ ഡോക്ടർമാർ മനസ്സിലാക്കിയിട്ടുള്ളൊരു കണക്കില്ലേ, ഏകദേശം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊക്കെ അലർജിയുടെ അവസ്ഥ എങ്ങനെയാണ്? അലർജിയുടെ ശരിക്കും നമ്മുടെ ഇൻസിഡൻസ് പറയുന്നത് 30%. അതായത് 100 പേരുണ്ടെങ്കിൽ 30 പേര്, അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. പല റീസൺസാണ്. ബേസിക്കലി നമ്മുടെ ഈ ഒരു ഹൈജീൻ ഹൈപ്പോസിസ് എന്ന് പറയും. ഹൈജീൻ ഹൈപ്പോസിസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് ക്ലീൻലിനെസ് കൂടുന്തോറും അലർജി ടെൻഡൻസി കൂടും. നമ്മുടെ ബോഡിയിൽ അലർജിൻ എക്സ്പോഷർ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന ഓരോ പുതിയ സാധനവും നമുക്ക് അലർജി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ഇത് പറയുന്നത് ഏർലി ആയിട്ട് നമ്മൾ പെറ്റ്സിനെ നമ്മൾ എല്ലാവരോടും ചോദിക്കും, അലർജി ഉള്ളവരോട് ചോദിക്കും പെറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് പെറ്റ്സിനെ ഇപ്പോൾ ഏർലി ആയിട്ട് വളർത്താനെന്ന് പറയുന്നത്. കുട്ടികൾക്ക് നേരത്തെ എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞാൽ പെറ്റ്സിനുള്ള അലർജിക്കുള്ള ചാൻസ് കുറയും. അതുപോലെ നമ്മൾ ഇപ്പം പുറത്ത് നമ്മുടെ സാധാരണ ഇപ്പോൾ ഈ അത്ര ക്ലീൻ അല്ലാത്ത സറൗണ്ടിങ്സിൽ വളരുന്ന കുട്ടികൾ, അവർക്ക് ആസ്മയുടെ ഇൻസിഡൻസ് കുറവായിരിക്കും. നമ്മൾ ഒത്തിരി പൊതിഞ്ഞ് വെച്ച് എപ്പോഴും കുളിപ്പിച്ച് 2 നേരം 3 നേരം കുളിപ്പിച്ച് പൊതിഞ്ഞ് നമ്മൾ വീട്ടിൽ പൂട്ടി വെക്കുന്ന കുട്ടികൾക്കാണ് കൂടുതലും അലർജി കൂടുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്. ഈ ഹൈജീൻ ഹൈപ്പോസിസ് ഒരു പ്രൂവൺ ഇതാണ്. അലർജൻ എക്സ്പോഷർ കുറയുന്നതോറും ഭാവിയിൽ നമുക്ക് ഓരോ എക്സ്പോഷർ വരുമ്പോൾ നമുക്ക് കൂടും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത്, പണ്ട് ഈ ഈവൻ പീഡിയാട്രിഷ്യൻസ് പോലും ഇൻസിസ്റ്റ് ചെയ്യായിരുന്നു കൗസ് മിൽക്ക് കൊടുക്കരുത്, കൗസ് മിൽക്ക് ഒത്തിരി ഡിലേഡ് ആയിട്ട് കൊടുക്കാനാണ് പറയുക. ഇപ്പം പറയാം നിങ്ങൾ ഏർലി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളൊരു 6-7 months മുതൽ തന്നെ ആദ്യം ഒരു നെയ്യ് കൊടുക്കുക. നെയ്യ് എന്ന് പറഞ്ഞാൽ കൗസ് മിൽക്ക് റിഫൈൻഡ് ഫോം അല്ലേ, നെയ്യ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളപ്പിച്ച പാല് ആറിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ആഡ് ചെയ്യുക, 2 സ്പൂൺ ആഡ് ചെയ്യുക. ഒരു 1 year ആകുമ്പോഴത്തേക്ക് ഒരു ½ ഗ്ലാസ് മിൽക്ക് നമ്മൾ എത്തിച്ചാലും കുഴപ്പമില്ല. ബിക്കോസ് അപ്പോഴത്തേക്ക് ആ ഒരു കൗസ് മിൽക്ക് സെൻസിറ്റൈസേഷനുള്ള ചാൻസ് കുറയും. അപ്പോൾ അലർജി കുറയാൻ ഏർലി സെൻസിറ്റൈസേഷൻ ആണ് പറയുന്നത് ആക്ച്വലി. അതായത് ഈ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ കാരണം നല്ലതാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ എത്രയും നേരത്തെ ഇതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നു അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഒരു ഡോക്ടറോട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് പ്രശ്നം കൊണ്ടാണ് ഡോക്ടർ അലർജി ഉണ്ടാവുന്നത് ചോദിക്കുമ്പോൾ വൃത്തി കൂടിയതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തുമ്മലാണ് ബേസിക്കലി നമ്മൾ അലർജിയുടെ ഒരു മെയിൻ സാധനമായിട്ട് കാണുന്നത്. തുമ്മൽ കാണുമ്പോഴാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അതല്ലാണ്ട് എന്തൊക്കെ ലക്ഷണങ്ങൾ അലർജിക്കുള്ള? അലർജിക്ക് ബേസിക്കലി ഇതൊരു സ്പെക്ട്രമാണ്. ഇതൊരു കണ്ടിന്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ നോർമലി നമ്മുടെ ഒരു അലർജി പേഷ്യൻ്റ് വരുന്ന റൈനോ സൈനോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുക. അതായത് നമ്മുടെ മൂക്ക് റൈനോ സൈനസ് ഇവിടുത്തെ അറകൾ, കൺജങ്ക്റ്റിവൈറ്റിസ് കണ്ണ് ചൊറിച്ചിൽ, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസകോശം ബ്രോങ്കിൾ ആസ്മ. ഇതൊരു സ്പെക്ട്രമായി. പിന്നെ ഉള്ളത് നമ്മൾ സ്കിൻ ഡിസീസാണ്. സ്കിന്നിൽ നമ്മൾ ചെറുപ്രായത്തിലുള്ള നമുക്ക് എക്സിമ എന്നുള്ള കരപ്പൻ, എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള അസുഖം, ഇത് അലർജിയുടെ മാനിഫെസ്റ്റേഷനാണ്. ഇതാണ് ബേസിക്കലി ഒരു പ്രൈമറി മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഫുഡ് ഇൻടോളറൻസ് ഉണ്ട്, ഫുഡിനോടുള്ള അലർജി ഉണ്ട്, നമുക്ക് മരുന്നുകളോടുള്ള അലർജി ഉണ്ട്, നമ്മളുടെ അല്ലാതെ ശരീരത്തിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഇൻസെക്ട് ബേസ്ഡ് റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് അലർജി ഉണ്ട്. അപ്പം തുമ്മൽ മാത്രമല്ല അലർജി, പല റീസൺസ് ഉണ്ട്, പല ടൈപ്പ് അലർജി ഉണ്ട്. ഈ അലർജി ഉള്ളവർക്ക് എല്ലാവർക്കും തുമ്മലുണ്ടാവോ? ഇല്ല, നിർബന്ധമില്ല. നമുക്ക് ഈ എറ്റോപിക് മാർച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എറ്റോപിക് മാർച്ചിൽ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യം കരപ്പനായിട്ട് തുടങ്ങുമായിരിക്കും. ഫുഡ് അലർജി അല്ലെങ്കിൽ കരപ്പനായിട്ട് തുടങ്ങുന്ന കുട്ടികളുണ്ട്. പാലിനോടുള്ള അലർജി അല്ലെങ്കിൽ കരപ്പനായിട്ട് തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് ചെറുതായിട്ട് വീസിങ് എപ്പിസോഡ്സ് തുടങ്ങുക, അവർക്ക് ചെറുതായിട്ട് ബ്രോങ്കിലാസ്മ പോലെ തോന്നുക, അതിനുശേഷം അവർക്ക് തുമ്മലാവും, പിന്നെ ആസ്മയായിട്ട് മാറും. ഇതൊരു എറ്റോപിക് മാർച്ച് എന്ന് പറയും. എറ്റോപിക് മാർച്ചിൽ എല്ലാ സ്റ്റെപ്പിലും കൂടി എല്ലാവരും കടന്നു പോകണമെന്നില്ല, നിർബന്ധമില്ല. ചിലർ സ്കിപ്പ് ചെയ്യാം, ചിലർക്ക് ഒരു കാര്യം മാത്രമായിട്ട് വരാം, ചിലർക്ക് വന്നേയില്ല എന്ന് പറയാം. ഒരു ഏജിലാണോ ഡെവലപ്പ് ചെയ്യുന്നത് നിർബന്ധമില്ല. നമുക്കിപ്പോൾ സെൻസിറ്റൈസേഷൻ നമുക്ക് ഏത് ഏജിൽ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. എനിക്കിപ്പം 6ാമത്തെ വയസ്സ് അലർജി ഇല്ലായിരുന്നു, എന്തുകൊണ്ട് 10ാമത്തെ വയസ്സ് വന്നത് നമ്മുടെ ബോഡിയിൽ അപ്പോഴത്തേക്കാണ് സെൻസിറ്റൈസേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏത് ഏജിലും ഡെവലപ്പ് ചെയ്യാം. എല്ലാ അലർജീസും എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നോർമലി ഒരു സ്പെക്ട്രമാണ്. ഇപ്പോൾ ഈ അതർ ദാൻ നമ്മുടെ കൂടുതൽ ഹൈജീനായി പോയതല്ലാണ്ട് അലർജി ആളുകളിൽ കൂടാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് അലർജി വരാനുള്ള കാരണം എന്തൊക്കെയാണ്? അലർജി വരാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് ഒരു ജനറ്റിക് നേച്ചറുണ്ട്. നമ്മുടെ എല്ലാവർക്കും ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പം മഞ്ജുവിൻ്റെ ഇപ്പം അമ്മയ്ക്ക് ആസ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ജനറ്റിക് ബേസ് എല്ലാത്തിനും ഉണ്ട്. നമുക്കൊരു ടെൻഡൻസി കാണും. നമുക്കൊരു അമ്മമാർക്ക് ആസ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അലർജി വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതിനൊരു സ്കോറിംഗ് തന്നെ ഉണ്ട്. ഒരു ആസ്മ പ്രെഡിക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. നമുക്ക് സ്കോറിംഗ് ഉണ്ട്. ആ സ്കോറിംഗ് കൂടി നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, കുട്ടിക്ക് ലൈഫിൽ ഇത് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആണ്. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സെൻസിറ്റൈസേഷൻ നമ്മൾ കൊണ്ട് കിട്ടുന്ന എക്സ്പോഷേഴ്സുമാണ്. ഇതാണ് മെയിൻലി ഉള്ളത്. പിന്നെ ഭാവിയിൽ നമുക്ക് ഇപ്പം ഒരു ഭയങ്കരമായിട്ടൊരു പൊല്യൂട്ടഡ് എൻവയോൺമെൻ്റ് ആണ്, നമ്മുടെ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഭയങ്കരമായിട്ട് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ദ ലൈഫ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അലർജി ഡെവലപ്പ് ചെയ്യാം. നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റമിനർജിക് ഫുഡുകളെന്ന് പറയും.
നമ്മളിപ്പം നോർമലി അലർജിക്ക് കഴിക്കുന്ന സാധനമാണ് ഈ സിട്രസ് എന്നൊക്കെ പറഞ്ഞ ഗുളിക കഴിക്കും. അത് സിട്രസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിനെ എതിർക്കുന്ന മെഡിസിൻ ആണ് ഈ നമ്മുടെ സിട്രസ് എന്ന് പറയുന്നത്. ഹിസ്റ്റമിനർജിക് ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പതഞ്ഞു പൊങ്ങുന്ന ആഹാരങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഡയറ്റ് എല്ലാം വരും. ഇഡ്ഡലി, അപ്പം, ദോശ, ഇതെല്ലാം പതഞ്ഞു പോകുന്ന ആഹാരങ്ങളാണ്. ഫെർമെന്റഡ് ആയിട്ടുള്ള ചീസ്, കേർഡ്. അപ്പോൾ പാലിനോട് കാണില്ല, കേർഡ് കാണും. നമ്മുടെ തക്കാളി, വഴുതനങ്ങ, പൈനാപ്പിൾ, ഉണക്കമുന്തിരി, സീ ഫുഡ്, ഇതെല്ലാം ഹിസ്റ്റമിനർജിക് ആണ്. അപ്പോൾ ഹിസ്റ്റമിനർജിക് ഫുഡ് നമ്മൾ കണ്ടമാനം ഡെയിലി ബേസിൽ കഴിക്കുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ ബോഡിയിലെ ഹിസ്റ്റമിൻ ഡ്രൈവ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് ചുമ വന്നാൽ മാറാതിരിക്കാനുള്ള ടെൻഡൻസി, നമുക്ക് ഇച്ചിങ് കൂടാനുള്ള ടെൻഡൻസി, നമ്മുടെ സിവിയറിറ്റി കൂടാനുള്ള ടെൻഡൻസി എല്ലാം കാണും. അപ്പോൾ നമ്മുടെ ഡയറ്റിനകത്തിൽ ഹൈ ഹിസ്റ്റമിൻ ഡയറ്റ് നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്താൽ ചിലപ്പോൾ ടു ആൻ എക്സ്റ്റെൻഡ് നമുക്ക് അലർജി വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരേ ഒരു നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ മുളപ്പിച്ച് കഴിക്കുന്ന ഫുഡ്. മുളപ്പിച്ച് കഴിക്കുന്ന ഫുഡ് ഭയങ്കര ഹെൽത്തിയാണ്, പക്ഷേ അലർജി ടെൻഡൻസി കൂട്ടും. ആണോ? ഇതെന്താണിത്? അപ്പോൾ മുളപ്പിച്ച് കഴിക്കുന്ന ഫുഡ്, അതിനകത്തുള്ള വൈറ്റമിൻ, ദാറ്റ് ഇസ് ഓൺലി വൈറ്റമിൻ ദാറ്റ് ക്യാൻ കോസ് അലർജി. അപ്പോൾ അതിനകത്തുള്ള വൈറ്റമിൻ്റെ ഒരു ബി കോംപ്ലക്സിലുള്ള വൈറ്റമിൻ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും അലർജി ടെൻഡൻസി കൂട്ടും. അപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡാണെന്ന് പറഞ്ഞാൽ അലർജി ഉള്ളവർക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും കൊടുക്കുക. നമ്മൾ ഫ്രൂട്ട്സും മുളപ്പിച്ച ഫുഡും മാത്രം കൊടുക്കും. കുറേ കുട്ടികൾ എനിക്ക് അങ്ങനെ അറിയാം. അപ്പോൾ അവർക്ക് എന്താ പറ്റുക, ഫൈനലി അവർക്ക് ബേസിക്കലി ഹിസ്റ്റമിനർജിക് ഫുഡ് മാത്രമായിരിക്കും കിട്ടുക. അപ്പോൾ അവർക്ക് അലർജി ടെൻഡൻസി കൂടി വരിക ചെയ്യും. അപ്പോൾ ഒരു നോർമൽ ഡയറ്റ് ഹിസ്റ്റമിനർജിക് ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നടക്കില്ല. അപ്പോൾ നമ്മൾ ക്ലബ് ചെയ്ത് കഴിക്കാതെ ഒരു നോർമൽ ഡയറ്റ് കീപ്പ് ചെയ്താൽ ഒരു റീസണബിളി ഗുഡ് റെസ്പോൺസ് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ അലർജി ഉള്ള ആളുകൾ ഈ ഹിസ്റ്റമിൻ ഹൈ ആക്കുന്ന ഭക്ഷണങ്ങൾ അവരുടെ മൊത്തം ഡയറ്റിൽ കൺട്രോൾ ചെയ്ത് കഴിക്കാം അല്ലേ? അത് ഏതൊക്കെയാണെന്ന് ഡോക്ടർ ഒന്നും കൂടെ ലിസ്റ്റ് ചെയ്ത് പറയാമല്ലോ? അത് ബേസിക്കലി ഒന്ന് ഫെർമെന്റഡ് ഫുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പതഞ്ഞു പൊങ്ങുന്ന ആഹാരങ്ങളും അതിനകത്ത് വരും. അപ്പോൾ ആയുർവേദത്തിൽ തന്നെ പൊതുവെ അവർ പറയാറുണ്ട്, നമുക്ക് ഈ കഫക്കെട്ട് ഉള്ളപ്പോൾ നമ്മൾ ഉഴുന്നാഹാരങ്ങളും പാലും പഴവും ഒഴിവാക്കാം അവർ പറയാറുണ്ട്. അത് ബേസിക് യു ഗോ ഡീപ്പ് ഇൻ ടു ഇറ്റ്. അതിൻ്റെ ലോജിക് ഇതാണ്, അത് ഹിസ്റ്റമിനർജിക് ആയിരിക്കും. അപ്പോൾ ഉഴുന്നാഹാരങ്ങളല്ല, പതഞ്ഞു പൊങ്ങുന്ന ഉഴുന്നാഹാരങ്ങൾ നോർമലി ഹിസ്റ്റമിനർജിക് ആയിരിക്കും. ഇഡ്ഡലി, ദോശ, അപ്പം. പിന്നെ നമ്മൾ പറഞ്ഞു പുളിയുള്ള ഫ്രൂട്ട്സിനകത്തിൽ നമുക്ക് ഓറഞ്ച് ആണെങ്കിലും സിട്രസ് ഫ്രൂട്ട്സ് നല്ലതാണ്, പക്ഷേ പുളിയുള്ള ഫ്രൂട്ട്സ് ഹിസ്റ്റമിൻ കണ്ടന്റ് കൂട്ടും. പൈനാപ്പിൾ, സിട്രസ് ഫ്രൂട്ട്സ് നല്ലതാണ്, പുളിയുള്ള ഫ്രൂട്ട്സ് ഹിസ്റ്റമിൻ കൂട്ടും. സിട്രസ് ഫ്രൂട്ട്സ് പുളിയുള്ളതാണല്ലോ, സിട്രസ് ഫ്രൂട്ട്സ് പുളിയുള്ളതാണ്, അപ്പോൾ അത് ഹിസ്റ്റമിൻ കണ്ടന്റ് കൂട്ടും. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി കൂടുന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ചുമയ്ക്കാനുള്ള ടെൻഡൻസി കൂടുന്നുണ്ട്, ചുമയ്ക്കാനും അലർജി ടെൻഡൻസി കൂടുന്നുണ്ട്. പിന്നെ നമ്മളുടെ അതുപോലെ തന്നെ നമ്മളുടെ തക്കാളി പറയുന്നുണ്ട്, വഴുതനങ്ങ പറയുന്നുണ്ട്, പൈനാപ്പിൾ പറയുന്നുണ്ട്, ഉണക്കമുന്തിരി പറയുന്നുണ്ട്, സീ ഫുഡ് പറയുന്നുണ്ട്. ഇതെല്ലാം ഹൈ ഹിസ്റ്റമിൻ ഫുഡാണ്. അപ്പോൾ ഒരു ഹൈ ഹിസ്റ്റമിൻ ഫുഡ് ടോട്ടലി അതാണോ ബേസ് ഓഫ് അലർജി അല്ല, പക്ഷേ അതൊരു അഡീഷണൽ ഫാക്ടറാണ്, ഒരു ട്രിഗർ ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം. മൾട്ടിപ്പിൾ ട്രിഗേഴ്സ് ആകുമ്പോഴാണ് ഇത് പ്രസിപ്പിറ്റേറ്റ് ആവും. മൾട്ടിപ്പിൾ ട്രിഗേഴ്സ് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ടെൻഡൻസി ഇല്ലാത്ത ഒരാൾ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. ടെൻഡൻസി ഉള്ളവർ മൾട്ടിപ്പിൾ ട്രിഗേഴ്സ് ഒരുമിച്ച് കഴിക്കാതിരിക്കുക. എല്ലാം അവോയ്ഡ് ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ലബ് ചെയ്ത് കഴിക്കാതിരിക്കുക. അപ്പോൾ അലർജി ഉള്ളവർക്ക് മുളപ്പിച്ച് ധാന്യങ്ങൾ കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഹിസ്റ്റമിനർജിക് ഫുഡ് കഴിക്കാതിരിക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഡൻസി കൂടും. പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് അലർജി ഉള്ള ആളത് നല്ലോണം ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ റോ വെജിറ്റബിൾസ്, ഈ ഫ്രൂട്ട്സ് ഇത് ഒന്നും റോ ആയിട്ട് കഴിക്കരുത്, ബിക്കോസ് ദാറ്റ് ഡസൻ സ്യൂട്ട് യുവർ ബോഡി എന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സാലഡുകളൊന്നും തൊടാൻ പോലും പറ്റില്ല, ഫ്രൂട്ട്സ് കഴിക്കാനും. ബേസിക്കലി ഫുഡിൻ്റെ നമുക്ക് കിട്ടുന്ന പകുതി അഡ്വൈസും സയൻറ്റിഫിക് ബേസ് ഉള്ളതല്ല, ടു വെരി ഓണസ്റ്റ്. അതിനകത്തുള്ള സയൻറ്റിഫിക് ബേസ് ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനകത്തിൽ സയൻറ്റിഫിക് ബേസ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബി കോംപ്ലക്സിലെ ഒരു കമ്പണൻറ്റ് കൂടുമ്പോൾ, നിയാസിനമൈഡ് കൂടുമ്പോൾ നമുക്ക് അലർജി ടെൻഡൻസി കൂടും. നമ്മുടെ ഹിസ്റ്റമിനർജിക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അലർജി ടെൻഡൻസി കൂടും. ബാക്കി നമുക്ക് സ്പെസിഫിക് ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിലേ നമ്മൾ അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഹിസ്റ്റമിൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ നേരെ തിരിച്ച് ആന്റി ഹിസ്റ്റമിൻ ഫുഡ്സ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ നമ്മൾ കാണുമല്ലോ, അതായത് ഹിസ്റ്റമിൻ്റെ ഇത് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ. അത് ഏതൊക്കെയാ? ആന്റി ഹിസ്റ്റമിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡയറ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡ് കഴിക്കുകയാണെങ്കിൽ, സീ ഫുഡ് ഇപ്പോൾ നമുക്ക് അലർജി ഉണ്ടെന്ന് വെക്കുക. സീ ഫുഡ് അലർജി ഉണ്ടെങ്കിൽ എല്ലാ സീ ഫുഡിനോടും ആ ടെൻഡൻസി കാണും. റീസൺ എന്ന് വെച്ചാൽ മിക്കവാറും സീ ഫുഡ് പിടിക്കുന്ന മിക്സ്ഡ് ആയിരിക്കും, എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുതരുമായിരിക്കും. അപ്പം നമുക്ക് ഒരെണ്ണത്തിനോട് അലർജി ഉണ്ടെങ്കിൽ ഏത് കഴിച്ചാലും ഒരു ടെൻഡൻസി കാണും, ട്രിഗർ കാണും. നമ്മുടെ നോർമൽ ഫ്രഷ് വെജിറ്റബിൾസ് വലിയ ഇഷ്യൂ കാണില്ല, അതർ ദാൻ ദ ഹിസ്റ്റമിനർജിക് ഫുഡ് നമ്മൾ പറഞ്ഞതല്ലാതെ നോർമൽ ഫ്രഷ് വെജിറ്റബിൾസ്, ചിക്കൻ, നോർമൽ റെഡ് മീറ്റ്, വെൽ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് നോർമലി ഇഷ്യൂസ് കാണില്ല. ബിക്കോസ് അലർജൻ ട്രിഗർ ചെയ്യുന്നത് പ്രോട്ടീൻ ആയിരിക്കും, അതിൽ ആൻറ്റിജൻ ആയിരിക്കും. അപ്പോൾ ആൻറ്റിജൻ ഡീനേച്ചേർഡ് ആണെങ്കിൽ വലിയ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കുറവാണ്, അതർ ദാൻ ഫോർ ഹൈ ഹിസ്റ്റമിനർജിക് ഫുഡ്.
മനസ്സിലായോ? ആന്റിജൻ ടീനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലർജി ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ കമ്പണൻ്റ് ആണ് എല്ലാത്തിലും. ഇപ്പോൾ ഒരു നമുക്കൊരു പൊടി കാരണം അലർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി പൊടിയോടല്ല, ഒരു ഹൗസ് ഡസ്റ്റ് മൈറ്റിനോടാണ്, അതൊരു പ്രാണിയാണ്. അപ്പോൾ അതിലുള്ള ഒരു പ്രോട്ടീൻ കണ്ടുള്ള സാധനമുണ്ട്, ആൻറ്റിജൻ എന്നാ പറയാം. ആ ആൻറ്റിജനാണ് ശരിക്കും നമുക്ക് അലർജി ട്രിഗർ ചെയ്യുക. അപ്പോൾ ആൻറ്റിജൻ നമ്മൾ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പതിയെ ഡീനേച്ചേർഡ് ആവും. ഡീനേച്ചേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റ് നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ ഡസ്റ്റ്മൈറ്റ് അതിൻ്റെ ആൻറ്റിജൻ പോവില്ല. നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുക. പക്ഷെ അത് കൂടാതെ തന്നെ പറയുന്നത് നമ്മൾ മിസ് ചെയ്യുന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഫ്ഡ് ടോയ്സ് നമുക്ക് ചൂടുവെള്ളത്തിൽ കഴുകാൻ പറ്റുന്നതിൽ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ആൻറ്റിജൻ ഡീനേച്ചർ ആവും. നൈസ്. അപ്പൊ കുട്ടികൾക്ക് ഈ സ്റ്റഫ് ടോയ്സ് സോഫ്റ്റ് ടോയ്സ് കൊടുക്കണ്ടെന്ന് പറയണ്ട, നിങ്ങൾ കളിച്ചോട്ടെ. പക്ഷെ ഇതുപോലെ വീക്ക്ലി വൺസ് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകണം. അതാണ് പ്രിഫേർഡ്. തീരെ പറ്റുന്നില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. ഫ്രീസറിൽ വെച്ചാലും മതി. ഓക്കെ,